ലക്ഷ്യം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നലെ രാത്രി ഇന്ത്യയുടെ സേനയുടെ കരുത്തെന്ത് എന്ന് ഒരു പരിധിവരെയെങ്കിലും പാകിസ്ഥാന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. പക്ഷെ ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുന്നു. അല്പസമയം മുമ്പ് ചണ്ഡീഗഡിൽ സൈറൻ മുഴങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ രാകേഷ് സൂചിപ്പിക്കുന്ന പോലെ 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം എന്ന പ്രത്യേകതയുള്ള പ്രദേശം കൂടിയാണ്. അങ്ങനെ അതിർത്തി ഗ്രാമങ്ങളും അതിർത്തി സംസ്ഥാനങ്ങളും ഒക്കെ അതീവ ജാഗ്രത പുലർത്തുന്നു. അപ്പോൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നില്ല, പ്രകോപനം തുടരും. എത്ര തിരിച്ചടി ലഭിച്ചാലും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അഭിലാഷ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഒരു സുരക്ഷയും സമാധാനവും വഞ്ചിക്കാൻ എത്ര സമയം ശ്രമിക്കാമോ അതെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്ന ഒരു തിരക്കിലാണ്. അതുകൊണ്ടാണല്ലോ ഡീസ്റ്റെബിലൈസേഷൻ ഇന്ത്യ ബൈ 1000 കട്ട്സ് എന്ന ആർമി ഡോക്ട്രിൻ പരാജയമാണെന്ന് മുൻകാലങ്ങളിൽ തെരഞ്ഞിട്ട് പോലും വീണ്ടും പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ ആക്രമണം നടത്തിയതും ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് നേരിട്ട് രംഗപ്രവേശം ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിന്നതും അതുകൊണ്ടാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ സംഘർഷങ്ങളാണുള്ളത്. ബലൂചിസ്ഥാൻ മേഖലയിലും ഖൈബർ പഖ്തൂൺഖ മേഖലയിലുമൊക്കെ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ നടക്കുമ്പോൾ മൂന്നാമതൊരു പോർമുന തുറക്കുന്നത് പാകിസ്ഥാന് ആത്മഹത്യാപരമായിരിക്കും ഭാരതത്തിനെതിരെ ഉള്ള സൈനിക നീക്കം. അതുകൊണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കാതെ ചാടിപ്പുറപ്പെട്ട പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരിച്ചടി താങ്ങാവുന്നതിലധികമായി മാറിയിരിക്കുന്നു. ആകാശത്തെ മേധാവിത്വം, ഏതാണ്ട് പൂർണ്ണ മേധാവിത്വം ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. പാകിസ്ഥാൻ അയച്ച മിസൈലുകളുടെയും ഡ്രോണുകളുടെയും യാതൊരു രീതിയിലും അതൊന്നും തന്നെ ഇന്ത്യയിൽ നാശനഷ്ടം വിതയ്ക്കാൻ പര്യാപ്തമായിട്ടില്ല. പക്ഷേ കരുതിക്കൂട്ടി തന്നെയാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചത് എന്ന് വ്യക്തമാണ്. ഇന്ത്യയുടെ 15 ഇടങ്ങളിൽ എയർഫീൽഡുകൾ ഉള്ള ഇടങ്ങളിലാണ് ഇന്ത്യൻ വ്യോമസേനയെ നിർവീര്യമാക്കുക എന്ന ഉദ്ദേശത്തോട് അയച്ച ഡ്രോണുകളും മിസൈലുകളും. ആകാശത്ത് തന്നെ തടുക്കാനായി നമ്മുടെ S-400 സുദർശന ചക്രം എന്നുകൂടി വിളിക്കുന്ന S-400 മിസൈൽ സംവിധാനത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആകാശങ്ങളുടെ മേധാവിത്വത്തിന്റെ നിലനിർത്തുന്ന കാഴ്ചയാണ്. അതേസമയം തന്നെ ലാഹോറിലെ ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി ടച്ച് തകർത്ത് മുന്നേറാൻ ഭാരതത്തിനായി. അതുകൊണ്ടാണ് ലാഹോറിന്റെ മേൽ ഉൾപ്പെടെ കറാച്ചി എന്ന പ്രധാനപ്പെട്ട സിന്ധിലെ നഗരം, ലാഹോർ എന്ന പഞ്ചാബിലെ നഗരം, അതുപോലെ മറ്റ് 10-14 നഗരങ്ങൾ കൂടി ആക്രമണ വിധേയമായപ്പോൾ കാര്യമായ നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായി. കഴിഞ്ഞ സന്ധിക്ക് തുടങ്ങിയ ആ ഒരു പ്രകോപനം, എസ്കലേഷൻ, അത് ഏകപക്ഷീയമായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. അതിന് ഈ പ്രൊപ്പോർഷണേറ്റ് എന്നതിൽ കൂടുതലായ ഒരു തോതിൽ ഇന്ത്യ തിരിച്ചടി നൽകുകയും കൂടെ ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗം കൂടുതൽ വഷളായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നിട്ട് പോലും അതിർത്തിയിലെ പ്രകോപനം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജമ്മുവിന് നേരെ ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിർത്തി നിയന്ത്രണ രേഖയിൽ നിരന്തരം വെടിവെപ്പും ഷെല്ലാക്രമണവും തുടരുന്ന കാഴ്ചയും കാണുന്നു. അപ്പോൾ ഡി എസ്കലേഷൻ മോഡിലേക്ക് പാകിസ്ഥാൻ നീങ്ങിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു നെഗോസിയേഷനോ യുദ്ധവിരാമത്തിനോ സാധ്യതയുള്ളൂ എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. യെസ്, വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഞങ്ങളോട് പ്രതികരിച്ചതിനായി. ഇപ്പോൾ